BJP ആഗ്രഹിച്ചത് കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു. അത് കേരളത്തിൽ അതൊരു നോൺ സ്റ്റാർട്ടറാണ്. കേരളത്തിലെ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും UDFനെയും നിഷ്പ്രഭമാക്കാൻ എളുപ്പമല്ല. ഈ മയാക്സിസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുപോലെ UDFന് വ്യക്തമായ മുൻതൂക്കം, എന്നാൽ വലിയ തരംഗവും പറയുന്നത്. ത്രിശങ്കു സഭയ്ക്കൊരു സൂചന അവർ നൽകുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് 3 മുതൽ 11 സീറ്റ് വരെ NDA നേടും. വസുല NDA 7 സീറ്റിനപ്പുറം നേടിയാൽ തന്നെ ത്രിശങ്കു സഭയാണ്. ഏറ്റവും കൂടുതൽ ജനകീയൻ ആരാണ്? സതീശനാണ്. 22% ആൾക്കാർ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹപ്പെടുന്നു. 6% രമേശ് ചെന്നിത്തലയ്ക്കുള്ളൂ. വളരെ കുറച്ചേ വേണുഗോപാലിനുള്ളൂ. മുസ്ലിം ലീഗ് ഏറ്റവും വലിയ ശക്തിയായി മാറുകയും അതിനകത്തുള്ള പവർ പൊളിറ്റിക്സ് കോൺഗ്രസിനെ എംബറാസ്മെൻറ്റിലേക്ക്, കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കാം. ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് പവർഫുൾ, പെർമനൻ്റ് എക്സിക്യൂട്ടീവ് പവർഫുൾ അല്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം ഒരു ഹൈലി പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ്. ഏതായാലും ഈ പൊളിറ്റിക്സിൻ്റെ ഒരു ഉത്സവമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം കാത്തിരിക്കുകയാണ് നമ്മളെല്ലാം. ഇക്കുറി UDFനാണ് മുൻതൂക്കം എന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഒട്ടേറെ ഉദ്വേഗജനകമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇനി ഇങ്ങോട്ട് കേരളത്തിന് സമ്മാനിക്കുക എന്നും നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. സർക്കാരിനെതിരെ ശക്തമായി തുറന്ന പോരിന് ധൈര്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ച് ഉദ്യോഗസ്ഥർ. ചിലർ റിട്ടയർഡാണ്. അവരുടെ പുസ്തകത്തിലൂടെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോഴും സർവീസിലുള്ള റിട്ടയർ ആവാത്ത ഉദ്യോഗസ്ഥരും തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ്. അത് നിലവിലെ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. പരിശോധിക്കാൻ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. നമ്മോടൊപ്പം ചേരുകയാണ് ഡോക്ടർ G. ഗോപകുമാർ, മുതിർന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സർ, ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസാരിച്ചു, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തി, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ പറഞ്ഞു, തിരഞ്ഞെടുപ്പിലേക്ക് പോയി നമ്മൾ റിസൾട്ട് കാത്തിരിക്കുകയാണ്. അന്ന് സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സിറ്റ് പോൾ ഫലവും പുറത്തു വന്നിരിക്കുകയാണ്. UDFന് മുൻതൂക്കം. സാർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 80-85 കൂടുതൽ പരമാവധി. ഐഡിയൽ 75-80 ആണ്. അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് വിശ്വസിക്കാം? എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത പ്രീ പോളിനേക്കാൾ വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ എക്സിറ്റ് പോൾ ഏജൻസീസ് പ്രൊഫഷണൽ ആകുന്നത് കൊണ്ട് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് മടങ്ങി വരുന്ന വോട്ടർമാർ സാധാരണഗതിയായി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് പറയും. അവരെ ധിക്കരിച്ചുകൊണ്ടല്ല, അവരോടൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവർ അഭിപ്രായം പറയും ആർക്ക് വോട്ട് ചെയ്തതെന്ന്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടൊരു സാമ്പിളിനെയാണ് ചെയ്താൽ അത് ശരിയാകും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നിരവധി പ്രീ പോളും പോസ്റ്റ് പോളും എക്സിറ്റ് പോളുകളും ഒക്കെ നടത്തി കോർഡിനേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത അനുഭവത്തിൽ നിന്ന് എക്സിറ്റ് പോളിൽ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഇപ്പോൾ ഞങ്ങൾക്ക് എക്സിറ്റ് പോളിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് 50 വോട്ടേഴ്സ് വേണം എന്നിരിക്കട്ടെ. അങ്ങനെ ഏതാണ്ട് ഒരു 200 പോളിംഗ് സ്റ്റേഷനായിരിക്കും ഞാൻ കേരളത്തിൽ നിന്ന് എടുക്കുന്നത്, പല മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ ഈ 50 എടുക്കാൻ നമ്മൾ പരിശീലനം കൊടുക്കുമ്പോൾ അവരോട് പറയും, രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 6 മണിക്കിടയ്ക്ക് ഓരോ അവറിലും ഇത്ര വെച്ച് എടുക്കണം. അതിൽ ഏറ്റവും പീക്ക് അവേഴ്സ് കൂടുതൽ വേണം, ഡ്രൈ അവേഴ്സ് കുറയ്ക്കണം. തുടക്കത്തിൽ നന്നായിട്ട് വേണം, ഒടുവിൽ അവസാനത്തെ അവറിലും കൂടുതൽ വേണം. പക്ഷേ ഒരു 3 തൊട്ട് 4 വരെ ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. ഇതുവരെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ പരിശീലനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ നേരിട്ട ഒരു അനുഭവം, ഞാൻ ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് അന്ന് യാദൃച്ഛമായിട്ടൊന്ന് സന്ദർശിച്ചപ്പോൾ അവിടെ ഞാൻ നിയോഗിച്ച ഇൻവെസ്റ്റിഗേറ്ററെ കാണാനില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷിച്ച് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, സാർ 50 ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. 5 മണി വരെ എടുക്കണ്ടേ? ഇല്ല സാർ, അവിടെ ഒരു ടെൻഷനുണ്ട്, ചിലപ്പോൾ തല്ലുണ്ടാവും എന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് ഞാൻ 2 മണിക്കൂർ കൊണ്ട് 50 പേരെ കണ്ടു തിരിച്ചു. തെറ്റിയില്ലേ? അതെ, നമ്മുടെ ഒരു കാൽക്കുലേഷൻ സാമ്പിളിങ്ങിലും സെൻസറിങ്ങിലും സെലക്ഷൻ ഓഫ് സാമ്പിളിലും ലൊക്കേഷൻ എല്ലാത്തിലും സൂക്ഷ്മത ഉണ്ടെങ്കിലേ ആ ശാസ്ത്രീയത വരത്തുള്ളൂ. ഇതുപോലെ ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ആ സാമ്പിളിനെ കളഞ്ഞു, കാരണം അതെടുത്താൽ തെറ്റും. അത്രയും കുറച്ച് എണ്ണത്തിൽ കുറച്ചാൽ മതിയല്ലോ. അതേ നിവൃത്തിയുള്ള 50 പോട്ടെ എന്ന് വെച്ചു. കാരണം ആദ്യത്തെ 50 പേരിന് ഷുവർ പൊളിറ്റിക്കൽ വോട്ട്സാണ്. ശരിയാണ്.
യഥാർത്ഥ വോട്ടുകൾ വരാൻ കിടക്കുന്നുള്ളൂ, വീടുകളിലെ ജോലിയൊക്കെ കഴിഞ്ഞ്, ഇല്ലെങ്കിൽ 12 മണിക്ക് ശേഷം, ഇല്ലെങ്കിൽ 11-ന് ശേഷമൊക്കെ വരും. ഇത് രാവിലെ ഒറ്റ മണിക്കൂർ കൊണ്ട് 50 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിയില്ലേ? അപ്പോൾ എക്സിറ്റ് പോളുകൾക്ക് കൂടുതൽ സാങ്കത്യമുണ്ട്, കുറച്ചുകൂടി ശരിയാകാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും എല്ലാ ഏജൻസീസ് ഇന്നിപ്പോൾ മെയ് 1 ഇന്നലെ വന്നൊരു ഏജൻസി മൈ ആക്സിസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുപോലെ UDFന് വ്യക്തമായ മുൻതൂക്കം, എന്നാൽ വലിയ തരംഗവും പറയുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ നിലപാടായിരുന്നത്. നമ്മൾ കണ്ടതും അതാണ്. വലിയൊരു തരംഗമില്ല, എന്നാൽ UDFന് അനുകൂലമായ രാഷ്ട്രീയ സാധ്യത. പക്ഷേ മൈ ആക്സിസ് ഇന്നലെ പറഞ്ഞത് കുറച്ച് വ്യത്യാസം, ഇന്നലെ വന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ വ്യത്യാസമുള്ളത്. അതിൽ ഒരു ത്രിശങ്കു സഭയ്ക്കൊരു സൂചന അവർ നൽകുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് 3 മുതൽ 11 സീറ്റ് വരെ NDA നേടും. വസുല NDA 7 സീറ്റിനപ്പുറം നേടിയാൽ തന്നെ ത്രിശങ്കു സഭയാണ്. 7-ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. കാരണം ഇത്തവണ നല്ല സ്ട്രെയിറ്റ് ഫൈറ്റാണ്. ക്രോസ് വോട്ടിംഗ് കുറവാണ്. LDFന് UDFനെ സഹായിക്കാൻ പറ്റില്ല, UDFന് LDFനെ സഹായിക്കാൻ പറ്റും. പിന്നെ വോട്ടേഴ്സായിട്ട് തീരുമാനമെടുത്താൽ, ഇപ്പോൾ മഞ്ചേശ്വരത്തുള്ള SDPI പ്രവർത്തകർ പാർട്ടി LDFന് വോട്ട് ചെയ്യാതെ വ്യക്തമായിട്ടവർ UDFന് വോട്ട് ചെയ്യുകയാണ് BJP തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ. പക്ഷേ സാധാരണഗതിയിൽ പാർട്ടിക്കകത്ത് തന്നെ കൊടുക്കും, നമുക്ക് ഇത്തവണ സീറ്റ് അവർക്ക് കൊടുക്കാം. അങ്ങനെ പലപ്പോഴും ഇപ്പം കഴിഞ്ഞ തവണ ഇവിടെ കുമ്മനം രാജശേഖരൻ നേമത്ത് തോറ്റപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. മൈനോറിറ്റി വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ മുരളീധരനല്ല പോയത്, അത് കൂടുതലും പോയത് ശിവൻകുട്ടിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രോസ് വോട്ടിങ് വരാം. പിന്നെ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പൊതുശത്രുവിനെ അതൊന്നും ഇത്തവണ നടക്കില്ല. കാരണം ഇലക്ഷൻ അത്ര കോമ്പറ്റീറ്റീവായി, 3 മുന്നണികൾക്കും പ്രസ്റ്റീജ് മത്സരമാണ്. ഒരു മുന്നണിക്ക് 3-ാം തവണയും അധികാരത്തിൽ വരണം, മറ്റൊരു മുന്നണിക്ക് 10 വർഷം കഴിഞ്ഞതിന് ശേഷമെങ്കിലും അധികാരം കിട്ടണം, മറ്റൊരു മുന്നണിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് മാത്രമല്ല കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് ഒരു 18-20% വോട്ട് നേടി ഒരു 4-5 സീറ്റും കൂടെ കിട്ടിയാലേ അവരുടെ ഫ്യൂച്ചറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ആ എക്സിറ്റ് പോളുകളിൽ ഈ നമ്മൾ കാണുന്ന ആ ഡേറ്റ കുറേ ശരിയാകും. കാരണം ക്രോസ് വോട്ടിംഗ് ഇല്ല. 3 പേര് മത്സരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ട് UDFൽ ചെല്ലുന്നില്ല. അങ്ങനെ ചെന്നിരുന്നെങ്കിൽ UDFന് 90 സീറ്റ് കണ്ണടച്ച് 100 സീറ്റ് 90-100 എത്തുമായിരുന്നു. അതിൻ്റെ ഒരു ഷെയർ BJP കൊണ്ടുപോകും. അതാണ്. എങ്കിലും എനിക്കൊരു സംശയം കൂടി നിൽക്കുന്നു സാർ. കാരണം കേരളം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഒരു ബൈപോളാർ ഇലക്ഷൻ ആണല്ലോ, അല്ലേ? 2 മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. BJP പ്രസക്തമായിരുന്നില്ല. പക്ഷേ ഇക്കുറി ഈ 3 മുന്നണികളും ഏറ്റുമുട്ടുകയാണ്. 10-35 സീറ്റുകളിലെങ്കിലും 3 മുന്നണിക്കും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിലെ വോട്ടേഴ്സ് ഈ വോട്ടിങ്ങിന് ശേഷം മനസ്സ് തുറക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ശരിയായിട്ടല്ല അഭിപ്രായം രേഖപ്പെടുത്തിയത്, അങ്ങനെ ഉണ്ടാവുമോ? കാരണം അതിൻ്റെ ശാസ്ത്രീയ വശം അറിയാവുന്ന ആളായതുകൊണ്ട്. ഒരിക്കലുമില്ല. അവർ പറയും. കാരണം ഇലക്ഷന് മുമ്പ് എന്ത് നിയന്ത്രിച്ചാലും ഇലക്ഷന് ശേഷം പറയും. അപ്പോൾ ഈ പോകുന്ന ആൾക്കാർ, ഇൻവെസ്റ്റിഗേറ്റർക്ക് ഈ കമേഴ്ഷ്യൽ ഏജൻസീസ് വേണ്ട ട്രെയിനിങ് കൊടുത്തുവെന്ന് അറിഞ്ഞൂടാ. എൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ വിദ്യാർത്ഥികളെയാണ് വിടുന്നത്. അപ്പോൾ ഒരു 19-നും 22-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ, അവർക്ക് പോകാനുള്ള ആരോഗ്യമുണ്ട്, താല്പര്യമുണ്ട്, ഇൻക്വിസിറ്റീവാണ്. അപ്പം പ്രായമുള്ള ആൾക്കാർ കാണിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളാണ്, ഇന്നസെൻ്റാണ്. പക്ഷേ കാര്യങ്ങൾ ചേട്ടാ അമ്മാവെന്നൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. അതിൽ വലിയ പരാജയം വരാറില്ല. എക്സിറ്റ് പോളുകളിൽ ആൾക്കാർ പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്, വോട്ട് ചെയ്തിരുന്നോ? അപ്പോൾ അതെടുത്ത് കാണിക്കുമ്പോൾ തന്നെ വിരൽ ചൂണ്ടിന് കാണിക്കുന്ന വോട്ട് കണ്ടില്ലേ എന്ന്. അപ്പോൾ അത് കാണിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ല, വോട്ട് ചെയ്ത് ആർക്കൊന്നും പറയാൻ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. സാധാരണഗതിയിൽ പറയും. അതുകൊണ്ട് തെറ്റാൻ വഴിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ 2 വിഷയങ്ങളാണുള്ളത്. ഒന്ന്, LDFന് എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയേറെ മൂല്യച്യുതി സംഭവിച്ചു എന്നുള്ള ഒരു വിഷയം. 2, ഇനിയിപ്പോൾ ഇത്രയും നാൾ അടങ്ങി ഒതുങ്ങിയിരുന്ന കോൺഗ്രസ് നേതാക്കൾ സടകുടഞ്ഞെഴുന്നേറ്റ് പരസ്പരം പോരടിക്കുമോ? ഈ 2 കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. കാരണം ഈ UDFിലേക്ക് പോകുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗിൻ്റെ നിലപാടും വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. അവർ ഏതെങ്കിലും തരത്തിൽ പരിധി വിട്ടുള്ള ഡിമാൻഡുകളിലേക്ക് കടന്നാൽ വരുന്ന ആളുകളിലെ പൊളിറ്റിക്സിനെ അതും സ്വാധീനിക്കും. കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് പോലും അത് പോകും. എന്തായിരിക്കും UDF ക്യാമ്പിൽ ഇനി അങ്ങോട്ടുള്ള അവരുടെ കോൺഫിഡൻസ് വ്യക്തമാക്കുന്ന പരതലത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും, പ്രത്യേകിച്ച് UDF എന്ന് നമ്മൾ പറയേണ്ട, കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും നമുക്ക് ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. കോൺഗ്രസ്സിന് അമിത വിശ്വാസം ആരും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. ജയിച്ചു കിട്ടിയാൽ താല്പര്യം, സന്തോഷം. അതിനോടൊപ്പം ഭരണം അടുത്ത 5 കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകണം.
അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നുള്ളതിൻ്റെ ബഹളം തുടങ്ങിക്കഴിഞ്ഞു. അതെ, അത് ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ തന്നെ സുധാകരൻ ഏതാണ്ട് 5 ദിവസത്തോളം ഡൽഹിയിൽ ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടിച്ചത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഈ ഡിമാൻഡ് കൂടും. കാരണം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള മത്സരം നമുക്കറിയാവുന്ന പോലെ പഴയ സമവാക്യങ്ങൾ മാറി പുതിയ സമവാക്യങ്ങളിലെ ഗ്രൂപ്പുകൾ, ഒന്ന് സതീശനാണ് നേതൃത്വത്തിലാണ്, മറ്റൊന്ന് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല നേതൃത്വത്തിലാണ്, മൂന്നാമത് വേണുഗോപാലിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പുകളുടെ ശക്തി വെച്ച് നോക്കിയാൽ MLA-മാരായിട്ട് ജയിച്ചു വരാൻ പോകുന്നത് കൂടുതലും KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുള്ളവരാണ്. കാരണം ഹൈക്കമാൻഡിൻ്റെ നോമിനി എന്നുള്ള നിലയിൽ. അതേസമയം പ്രതിപക്ഷ നേതാവായി സീനിയറായിട്ട് പ്രവർത്തിച്ചു, KPCC പ്രസിഡൻ്റായി, അങ്ങനെ എല്ലാ സ്ഥാനവും വഹിച്ചു എന്നുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണ്. ഇതിനപ്പുറം എക്സിറ്റ് പോളുകളിൽ തെളിഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ജനകീയൻ ആരാണ്? സതീശനാണ്. 22% ആൾക്കാർ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹപ്പെടുന്നു. 6% സതീശനാണ്, രമേശ് ചെന്നിത്തലയ്ക്കുള്ളൂ. വളരെ കുറച്ചേ വേണുഗോപാലിനുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരെല്ലാവരും കൂടി 43 ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പകുതിയോളം കിട്ടുന്നത് സതീശനാണ്. അപ്പോൾ ഈ മത്സരം ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ വെടി പൊട്ടിക്കഴിഞ്ഞു. കോൺഗ്രസ് ഈസ് ആസ് യൂഷ്വൽ, പഴയതുപോലെ ഗ്രൂപ്പ് വഴക്കുകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഡൽഹിയിൽ ഹൈക്കമാൻഡുമായിട്ട് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള, ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ KC വേണുഗോപാലിനുള്ള ആ ഒരു സാഹചര്യ ശക്തി മറ്റാർക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ MLA-മാരും സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. പക്ഷെ അത് വരുമ്പോൾ 2 പ്രശ്നം വരും. ഒന്ന്, ഒരു പാർലമെൻറ്റിൽ ആരെയും നിർത്തില്ല എന്ന് തീരുമാനമെടുത്ത ആ നിയമം വയലേറ്റ് ചെയ്യുകയാണ്. 2 ബൈ ഇലക്ഷൻ വേണം. ഒന്ന്, ഇദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു അസംബ്ലി വേണം, അത് ജയിക്കുകയും വേണം. 2, കാരണം കോൺഗ്രസിന് അങ്ങനെ സ്ഥിരമായ മണ്ഡലങ്ങളില്ല, തൃക്കാക്കര ഒഴികെ. ഉറപ്പിച്ച് ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോട് എവിടെയെങ്കിലും മലബാർ ഭാഗത്ത് നിൽക്കണം, എന്നാൽ ജയിക്കും. പണ്ട് AK ആൻ്റണി ജയിക്കും. അത് അവിടെ പോയി ഉറപ്പായിട്ട് ജയിക്കും. അതല്ലെങ്കിൽ കോൺഗ്രസിന് ഉറപ്പിച്ച് വിജയിക്കാമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ കുറവാണ്. തൃക്കാക്കര കോൺഗ്രസിൻ്റെ, പഴയ എറണാകുളം കോൺഗ്രസിൻ്റെ ശക്തിയായ മണ്ഡലമാണ്. ഇന്ന് തൃക്കാക്കരയാണ് പറയുന്നത്. അവിടെ പോലും ഒരു സമയം തോറ്റിട്ടുണ്ട്, MK സാനു ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 100% എല്ലാ ഇലക്ഷനും ജയിച്ച ഒരു മണ്ഡലം കോൺഗ്രസ്സിന് പറയാനില്ല. ലെഫ്റ്റിനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ബൈ ഇലക്ഷൻ ജയിക്കണം. പിന്നെ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ വരും. അവിടെ ആലപ്പുഴയിൽ നിൽക്കുന്ന മത്സരം എന്തുറപ്പുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഇനിയും കോൺഗ്രസ് തന്നെ ജയിക്കുമെന്ന്? ശരിയാണ്. അപ്പോൾ ഇതൊക്കെ സംശയങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ചോയ്സ് ഇവർ 2 പേരുമാണ്. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. സ്റ്റേറ്റ് പൊളിറ്റിക്സിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരാളെയല്ലേ എടുക്കേണ്ടത്. ശരിയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു കുഴപ്പം എന്താണ്? MLA ആകും, MP ആകും, MP ആകും, MLA ആകും, ഒരു സ്ഥിരത ഇവർക്ക് ആർക്കുമില്ല. കഴിഞ്ഞ തവണ ഈ ഇലക്ഷൻ സമയത്ത് 9 MP-മാരാണ് താല്പര്യം കാണിച്ചത് ഈ അസംബ്ലിയിൽ നിൽക്കാനായിട്ട്. അത് അവരുടെ ആത്മവിശ്വാസം കോൺഗ്രസ് 100% വരുന്നുള്ളതുകൊണ്ട്. ഈ 9 പേര് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, 99-ൽ നിന്ന് 90 മാറും ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ ശക്തി. ആ ഭാഗം എന്തായാലും. അപ്പോൾ ഈ ഇന്ത്യ വലിയൊരു ഭൂഖണ്ഡ സമാനമായ രാജ്യമല്ലേ. അതിലെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിരിക്കുന്ന വേണുഗോപാലിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയരാൻ ഒരുപാട് അവസരമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പവർഫുള്ളുമാണ്. അത് കഴിഞ്ഞ് കൊച്ചു സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായിട്ട് വരിക, ഇവിടുത്തെ ഗ്രൂപ്പ് വഴക്കും ഇവിടുത്തെ ബുദ്ധിമുട്ടും ബാക്കി കാര്യങ്ങളും, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി ഫീസിബിലിറ്റി വരുന്നത് ഈ സംസ്ഥാന നേതാക്കന്മാരായ രമേശ് ചെന്നിത്തലയ്ക്കും സതീശനും തമ്മിലുള്ളൊരു തീരുമാനം എടുക്കുക. ഇതെന്തായാലും അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പതിവ് പോലെ കോൺഗ്രസിനകത്ത് ബഹളം തുടങ്ങി. ലീഗിൻ്റെ സപ്പോർട്ട് സതീശനാണെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അത് സതീശനുള്ള വെയിറ്റേജ് കൂട്ടുകയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അത് ഇന്നലെ ഒരു വിവാദമായി മാറി. കാരണം ലീഗിനത് പറയാനുള്ള പ്രൊപ്പറേറ്റി ഉണ്ടോ എന്നുള്ളൊരു അതെ. അത് അവസാനം ഒരു ചർച്ചയിൽ പറഞ്ഞത്, ആത്മീയ നേതാക്കൾ ആത്മീയ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇക്കാര്യം കുഞ്ഞാലിക്കുട്ടിക്ക് വിട്ടുകൊടുക്കുക, അദ്ദേഹത്തിന് കുറച്ചുകൂടി നയപരമായിട്ട് പറയാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്ന് LDF മാത്രമല്ല NDAയും BJPയും ശക്തമായിട്ട് പറയും. എല്ലാവരും. ആ പശ്ചാത്തലത്തിൽ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് സതീശന് ഗുണം ചെയ്തോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഈ ലീഗിൻ്റെ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ട് വളരെ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അതാണ് പറയുന്നത്. കാരണം നമുക്കറിയാം 5ാം മന്ത്രിസ്ഥാനത്തിന് എന്ന ഒരു ഡിമാൻഡിലൂടെ UDFനുണ്ടായ തകർച്ച ചില്ലറയല്ല. ഇത്രയും നാൾ അവർ കഷ്ടപ്പെട്ടു, നട്ടം തിരിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തോളിലേറി വന്നിരിക്കുകയാണ്. ഇനിയും അവർ പരിധി വിട്ടൊരു ഡിമാൻഡ് ഉന്നയിക്കുകയാണ് എങ്കിൽ ചിലരിൽ നിന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുടെ ഒരു
സ്വരൂപിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും ലീഗ് അത്തരത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരള സമൂഹം വീണ്ടും ചിന്തിക്കും. മറ്റൊരു പോളറൈസേഷന് കേരള രാഷ്ട്രീയം തീർച്ചയായിട്ടും സാക്ഷിയാകും എന്നാണ് പറയുന്നത്. അത് BJP അല്ലെങ്കിൽ RSSൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്നാണ്. വളരെ ശരിയാണ്. ഇപ്പോൾ 2001 ശേഷം കഴിഞ്ഞ 26 വർഷം നോക്കിയാൽ അതിൽ 15 വർഷവും ഭരിച്ചിരിക്കുന്ന LDF ആണ്. അതെ, 2001-6 മാത്രം, പിന്നെ 11-16 അധികാരം കിട്ടിയത്. അത് 2 സീറ്റിൻ്റെ ബലത്തിലാണ്. 2001 മാത്രമാണ് 100 സീറ്റ്, 99-100 സീറ്റ് കിട്ടിയത്. അതിനുശേഷം കോൺഗ്രസ് ഒരിക്കലും ഇത്രയും വലിയ നേട്ടം, UDF ഇത്രയും വലിയ നേട്ടം കൊണ്ടുവന്നില്ല. തീർച്ചയായിട്ടും 2 സീറ്റിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ അപ്പോൾ ഈ സീറ്റുകളുടെ എണ്ണം, മന്ത്രിമാരുടെ എണ്ണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ പണ്ടേ തന്നെ പറയുന്ന ഒരു പരാതി അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായ വകുപ്പുകൾ കൊണ്ടുപോകും, നിർണായകമായ തീരുമാനങ്ങളെടുക്കും. ആ തീരുമാനങ്ങളിലൊക്കെ മതപരവും വർഗീയവുമായിട്ടുള്ള തീരുമാനങ്ങൾ വരും. അതിന് തീർച്ചയായിട്ടും മറുവശത്ത് പഴയ LDFും ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന BJPയും ഒരവസരവും വിട്ടുകൊടുക്കത്തില്ല ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം UDFൽ വരുമോ എന്നുള്ളത് പൊതുവിലൊരു സംശയദൃഷ്ടിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ നിർണായകമായ പെർഫോമൻസ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. 27 മണ്ഡലത്തിൽ അവർ മത്സരിച്ചു, 21 അവർ വിജയിക്കുമെന്നാണ് അവർ ആത്മാർത്ഥമായിട്ട്. അത് ശരിയുമായിരിക്കാം. കാരണം അത്രത്തോളം ന്യൂനപക്ഷ ഏകോപനം ഈ ഇലക്ഷനിലുണ്ടായി. ക്രൈസ്തവ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി. അത് മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് തന്നെ 20-21 സീറ്റുകൾ കിട്ടിയാൽ ഏതാണ്ട് കോൺഗ്രസ്സിന് കിട്ടിയതിൻ്റെ പകുതിയോളം അവരുടെ കയ്യിലുണ്ടാകും. പകുതിയോളം അവരുടെ കയ്യിലുണ്ടാകും. കോൺഗ്രസ്സിന് ഒരു 42 കിട്ടണമെങ്കിൽ 21 ഇവരുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ, ഉദാഹരണമായിട്ട് പറയാം. ബാക്കി പാർട്ടികളുണ്ട്, അങ്ങനെ ഭൂരിപക്ഷം കിട്ടും. പക്ഷേ മുസ്ലിം ലീഗ് ഏറ്റവും വലിയ ശക്തിയായി മാറുകയും അതിനകത്തുള്ള പവർ പൊളിറ്റിക്സ് കോൺഗ്രസ്സിനെ എംബറാസ്മെൻറ്റിലേക്ക്, കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കാം. വിമർശനത്തിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് BJPയുടെ MLAമാരും കൂടി ആകും എന്നുള്ളത് കൂടി നോക്കുമ്പോൾ പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് കേരള രാഷ്ട്രീയം കുറച്ചുകൂടി ചടുലമായ, ഒരുപക്ഷെ ധ്രുവീകരണ പശ്ചാത്തലത്തിലേക്ക് എത്താവുന്ന സാഹചര്യമാണുള്ളത്. സർ, ഈ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് LDF ക്യാമ്പിലെ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഒന്ന്, ആരായിരിക്കും ഇനി അവരെ നയിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന ആൾ ഇനി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരുമോ? കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക സ്വഭാവം കണക്കിലെടുത്താണ് അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത്. 2, LDFനെതിരെ ഉയർന്നിരിക്കുന്ന വിമർശനം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥർ പോലും, റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ പുസ്തകത്തിൽ ഇടത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണങ്ങളുണ്ട്. അതുപോലെ ടൈൻറ്റഡ് ഉദ്യോഗസ്ഥരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഒട്ടേറെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡോക്ടർ B. അശോകിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കാര്യം, നേരത്തെ പറഞ്ഞത് ബിജു പ്രഭാകർ IAS, അതുപോലെ തന്നെ ഡോക്ടർ B. അശോക് പറഞ്ഞിരിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇടതുപക്ഷത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ചില്ലറയല്ല. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇടതുപക്ഷം കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണോ? ഞാൻ മണ്ണിലെ അവരുടെ വേരോട്ടം മറന്നുകൊണ്ടല്ല ചോദിക്കുന്നത്, പക്ഷേ ഇത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമല്ലേ ഇടതിനെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിക്ക്, ഇടതുപക്ഷത്തിനുണ്ടായ അപജയത്തിന് ചരിത്രപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. 1991 ശേഷം വന്ന ആഗോളീകരണ സമ്പദ് വ്യവസ്ഥ ഇടതുപക്ഷത്തെ വല്ലാണ്ട് ഒരു ഡയറക്ഷൻ ലെസ്സാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചൈനയിൽ മുതലാളിത്തം സ്വീകരിച്ചെങ്കിലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏക പാർട്ടി സംവിധാനമാണ്. അതുകൊണ്ട് അവിടെ പാർട്ടി ഭരണവും ബ്യൂറോക്രസിയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാം, അതിനുള്ള ശക്തിയുണ്ട്, ഏകാധിപത്യ സ്വഭാവമുണ്ട്. നമ്മുടേത് അങ്ങനെയല്ല, ജനാധിപത്യമാണ്. അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുതലാളിത്തത്തെ ആശ്ലേഷിക്കുന്ന ഒരു സംവിധാനം വന്നു. മുതലാളിത്തത്തെക്കാൾ അപകടം ചെയ്യുന്ന കോർപ്പറേറ്റിസം. ആ കോർപ്പറേറ്റിസവുമായിട്ട് സന്ധി ചെയ്തു എന്നുള്ളത് പരമ്പരാഗതമായി പാർട്ടിയെ താല്പര്യം കാണിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച കേഡേഴ്സിന് വലിയ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പഠിപ്പിച്ചിരിക്കുന്നതും പരിശീലനം കൊടുത്തിരിക്കുന്നതും പാർട്ടി ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നതും ഇപ്പോൾ അമേരിക്കയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, മുതലാളിത്ത രാജ്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ച, ഇതെല്ലാം ഇന്നത്തെ ആഗോള പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് എടുത്ത പല നിലപാടുകളും കോർപ്പറേറ്റിസത്തിനെ സഹായിക്കുന്ന രീതിയിലായിരുന്നു. അത് ഞാനതിനെ ഗവൺമെൻറ്റിനെ പൂർണ്ണമായി കുറ്റം പറയില്ല. കാരണം കേരളത്തിനകത്ത് തൊഴിൽ വരണം, ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം വരണം, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണം. അപ്പോൾ ഇതിനൊക്കെ സാമ്പത്തിക ശക്തി വേണം,
പിന്നെ അതോടൊപ്പം എക്കണോമിക് ഇൻ്റഗ്രേഷൻ വേണം, ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റിന് ഓപ്പർച്യൂണിറ്റീസ് വേണം. അപ്പോൾ ആദ്യം തുടങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ് സഹായങ്ങൾക്ക് പോയത്, പിന്നീട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ മറ്റൊരു രാജ്യത്തിലേക്ക്, പ്രത്യേകിച്ച് മുതലാളിത്ത രാജ്യത്തിലേക്ക് പോകുന്നത് തന്നെ മുതലാളിത്ത രാജ്യത്തിൻ്റെ ദാസന്മാരാണെന്ന് ആക്ഷേപിച്ചവർ തന്നെ ഈ മുതലാളിത്ത രാജ്യങ്ങളുമായിട്ട് കോർപ്പറേറ്റ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യം കാണിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതെ അതെ. പക്ഷേ ഇന്ന് ആഗോളീകരണ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ ഇടയിൽ അതിന് വലിയ എതിർപ്പ് വന്നിരിക്കില്ല, പക്ഷേ പാർട്ടിക്കാരുടെ ഇടയ്ക്ക് ഒരുപാട് ഡീമോറലൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തകർച്ചയുണ്ടായി. അതാണ് ഈ മൂല്യച്യുതിക്ക് കാരണം. ഈ ആശയപരമായ മൂല്യച്യുതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയൊരു ജനറേഷൻ കൂടി വന്നപ്പോൾ അവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരു ചെറിയ വിഭാഗം, അവർക്ക് ഹൈലൈറ്റ് ലഭിക്കുന്നില്ല, അവർക്ക് പ്രോമിനൻസ് ലഭിക്കുന്നില്ല. പക്ഷേ ഈ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഈ കോർപ്പറേറ്റിസത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ, നിലവിലെ സാഹചര്യത്തിൽ കാര്യം കാണാൻ നിൽക്കുന്നവർ, മുകളിലുള്ളവർക്ക് ഒത്താശ ചെയ്യുന്നവർ, അവർ ഉയർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് തമ്മിലുള്ള ഒരു യുദ്ധം തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ തെലങ്കാനയിലോ തമിഴ്നാടിലോ കർണാടകയിലോ ഒന്നും അവിടെ ഭരിക്കുന്ന പ്രാദേശിക പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും BJP ആണെങ്കിലും അവർക്കൊന്നും ഈ വിഷമമില്ല. കാരണം അവരെടുത്തിരിക്കുന്ന ലിബറൽ നിയോ ലിബറൽ ആറ്റിറ്റ്യൂഡ്സ് അവരുടെ ആശയങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നതല്ല. ബാക്കി കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം വരും. DMKയുടെ സങ്കുചിതമായ ഒരു പ്രാദേശികവാദം, BJPയുടെ ഹിന്ദുത്വവാദം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത്തരം ആശയങ്ങളുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും തൊഴിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിലുമൊക്കെ അവർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല കേരളത്തിൽ വളർന്നത്. പഴയകാലത്ത് ജന്മിത്വത്തിനെതിരെ, പഴയകാലത്ത് കോളനി വാഴ്ചയ്ക്കെതിരെ, മുതലാളിത്തത്തിനെതിരെ. അപ്പോൾ ഇവിടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ആശയങ്ങൾക്കുണ്ടായ പ്രാമുഖ്യം മറ്റ് പാർട്ടികളിൽ പോലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതമായി. കോൺഗ്രസ് പോലും ഉദാഹരണമായിട്ട് 1969 ശേഷം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസിൻ്റെ വളർച്ച വന്നപ്പോൾ അത് പഴയ കോൺഗ്രസ്സിനകത്തുള്ള വലതുപക്ഷ ആശയത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയമുള്ള പുതിയ ചിന്താഗതി എന്നാണ് അന്ന് പറഞ്ഞു വന്നതും. ഒരു പക്ഷേ ഇടതുപക്ഷത്തിനോട് അനുകൂലമായി വരുന്ന പല നിയമങ്ങളും, ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമങ്ങൾക്കൊക്കെ സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ താല്പര്യം കാണിച്ചു, ഒരുപാട് നയങ്ങൾ കൊണ്ടുവന്നു, തിരിച്ചടി ഉണ്ടായി. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഭൂപരിഷ്കരണം എഫക്റ്റീവ് ആകുന്നത് അച്യുതമേനോൻ ഗവൺമെൻറ് കാലത്താണ്, കോൺഗ്രസും CPI ഇരിക്കുന്ന കാലത്താണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് വലതുപക്ഷ പാർട്ടികളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അവരത് സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ മുതലാളിത്തം അല്ലെങ്കിൽ ആഗോളീകരണം വന്നപ്പോൾ കമ്മ്യൂണിസത്തിന് തന്നെ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ, പരമ്പരാഗത ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ, ചൈനയെ അവർക്ക് മോഡലാക്കാൻ പറ്റുന്നില്ല, സോവിയറ്റ് യൂണിയൻ രംഗത്തില്ല. പിന്നെ നേരെ അവർ നോക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. അപ്പോൾ ആശയപരമായ റോൾ മോഡൽ ഇല്ല എന്നുള്ളതാണ്. ബംഗാളും അസ്തമിച്ചു. അപ്പോൾ അവസാനം നിൽക്കുന്നത് കേരളം മാത്രമാണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഐഡിയോളജിക്കൽ പൊസിഷനും പാടെ മാറി അത് പാർട്ടിക്ക് ഒരു മൂല്യച്യുതി ഉണ്ടാക്കി. അങ്ങനെ വരുമ്പോൾ ഒരു ഡയറക്ഷൻലെസ്, ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് പറയാൻ വിസമ്മതിക്കുന്ന കേഡേഴ്സിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ? ഇപ്പോൾ ക്യൂബ ഒരു പക്ഷേ എക്സെപ്ഷൻ ആകാം. ബാക്കി ഇപ്പോൾ വെനസ്വല, അവിടുത്തെ ഭരണം പോലും അമേരിക്കക്കാർ മാറ്റിക്കൊണ്ടുപോയി. മറ്റ് ബ്രസീലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇടതുപക്ഷ ചിന്താഗതിയെ പറയാൻ പറ്റും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ആഗോള മുതലാളിത്തത്തെ ചെറുക്കുന്നതിൽ എത്രത്തോളം ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതുകൊണ്ട് മൂല്യച്യുതി ഉണ്ടായി. ഇന്നത്തെ അന്തർദേശീയ രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് 1991 ശേഷം വന്ന ഈ കഴിഞ്ഞ 35 വർഷത്തിനകത്തുള്ള ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമിയിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഇടതുപക്ഷത്തിന് സാരമായി ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം കോർപ്പറേറ്റിസത്തോടൊപ്പം ഭരണത്തിനകത്ത് വന്ന അഴിമതി അത് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. അതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്കുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ്. അതെ, അത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഭക്ഷ്യ സുരക്ഷ, ഇങ്ങനെ തുടങ്ങിയുള്ള മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിക് ഫണ്ടഡ് ഹോസ്പിറ്റൽ, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെ ആവശ്യത്തിന് മരുന്നില്ല, ഉപകരണങ്ങളില്ല, ഡോക്ടർമാരില്ല, രോഗികളുടെ നിന്ന് പണം വാങ്ങിച്ച് ചികിത്സയ്ക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയതായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരെ പറഞ്ഞത് ചർച്ചകളിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് പബ്ലിക് ഫണ്ടഡ് ഹോസ്പിറ്റൽസ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടായിട്ടില്ല. അവിടെ കറപ്ഷൻ വന്നു. അതേസമയം സ്വകാര്യ മേഖലയിലുള്ള കോർപ്പറേറ്റ് സെക്ടർ വലിയ വിജയം നേടി. കോർപ്പറേറ്റ് ഇപ്പോൾ കിംസൊക്കെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളാണ്. അപ്പോൾ ഉടമസ്ഥർ മാറി, കൂടുതൽ കോർപ്പറേറ്റിസം വന്നു കേരളത്തിൽ പോലും.
അപ്പോൾ ഏറ്റവും റിച്ചായിട്ട് മിഡിൽ ക്ലാസ്സിന് മാത്രമേ ഇവിടെ ആരോഗ്യരംഗത്ത് പരിപാലനം നടത്താൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസ രംഗം നമുക്ക് വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസ രംഗത്ത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിന് പോലും പഠിക്കാൻ കുട്ടികളില്ല. പിന്നെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമാക്കി പ്യുവർലി ആ ബേസിസിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ആക്ഷേപം വന്നപ്പോഴാണ് ഗവർണർ സജീവമായി ഇടപെടാൻ തുടങ്ങി. അത് ഗവർണർ മുഖ്യമന്ത്രി തമ്മിലുള്ള സംഘടനം, ഗവൺമെൻറ്റുമായുള്ള സംഘടനമായി. ചാൻസലർ എന്നുള്ളതിൽ ഗവർണർ ഉദ്ദേശിക്കുന്ന ആൾ വൈസ് ചാൻസലർ ആവാൻ തുടങ്ങി, ഇല്ലെങ്കിൽ താൽക്കാലിക വൈസ് ചാൻസലർ ആവാൻ തുടങ്ങി. പാർട്ടി നോമിനീസിന് VC ഷിപ്പ് കിട്ടാതെ വന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ കിഫ്ബിയുടെ വിവാദം. അപ്പോൾ ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തുണ്ടായ തിരിച്ചടി. അപ്പോൾ 5 ലക്ഷം കോടി രൂപയുടെ കടത്തോടു കൂടിയായിരിക്കും ഈ മെയ് മാസത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കാൻ പോകുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് പുതിയ ഗവൺമെൻറ്. ഇപ്പോൾ വരുന്ന UDF ആണെങ്കിൽ അവരെങ്ങനെ സമ്പദ്ഘടന നന്നാക്കും, ചിലവെങ്ങനെ ചുരുക്കും എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ്. വിലക്കയറ്റം മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ 2016-21 നടന്ന ഗവൺമെൻറ്റിനെ പോലെ നല്ലൊരു സുതാര്യതയുള്ള, അഴിമതിയില്ലാത്ത, എഫിഷ്യൻ്റായിട്ടൊരു ഭരണം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യചിഹ്നം. അപ്പോൾ ചുരുക്കത്തിൽ ഈ 2 ഗവൺമെൻറ്റുകൾ നോക്കിയാൽ 2016-21 എത്രയോ ഭേദമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അതിനൊരു തുടർ ഭരണത്തിനൊരു അവസരം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ചില വ്യക്തി താല്പര്യങ്ങൾ ആ പാർട്ടിയെ, CPM-നെ വല്ലാതെ തളർത്തി എന്ന് വേണം പറയാൻ. അങ്ങ് ഈ പറഞ്ഞ 2016-21 സർക്കാർ, ആ 2016-21 ഒന്നാം പിണറായി സർക്കാർ കുറച്ചേറെ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻസ് ആയിരുന്നു മന്ത്രിസ്ഥാനം വഹിച്ചത്. ഇവരുടെ പ്രവർത്തനം, അവരുടെ പെർഫോമൻസ് അതിനല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ. ശൈലജ ടീച്ചർ, G. സുധാകരൻ, തോമസ് ഐസക്ക് നല്ല മിടുമിടുക്കന്മാരായ മന്ത്രിമാരുണ്ടായിരുന്നു. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം 2 പ്രാവശ്യം ഉണ്ടായി, കോവിഡ് ഉണ്ടായി. എത്രയോ അക്കൗണ്ടബിൾ ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ആയിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ അക്കൗണ്ടബിലിറ്റി കാണിച്ച് ഗവൺമെൻറ്. അപ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ചരിത്രത്തിലാദ്യമായി ഭരിക്കുന്ന ഗവൺമെൻറ്റിന് തുടർ ഭരണത്തിന് അവസരം കൊടുത്തു. അത് 91 സീറ്റിൽ നിന്ന് 99 എത്തി. അതെ. അപ്പോൾ ഏതാണ്ട് 47% വോട്ടും 140-ൽ 99 സീറ്റ് നേടുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമാണ്. അത് തുടർ വിജയം, തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യം നേടുക എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതെ. പക്ഷേ അതിനുശേഷം വന്നപ്പോൾ ഈ പെർഫോമിംഗ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് എല്ലാം മാറി. അത് എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം വഹിക്കുന്നവരുടെ എക്സ്പീരിയൻസ് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ പാർട്ടി ഘടകങ്ങളിൽ അവർ എവിടെയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ആളിനെ കാണുന്ന പോലെ ആയിരിക്കില്ല ഉദ്യോഗസ്ഥർ ഒരു ന്യൂ എൻട്രിയെ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. നല്ല കഴിവുള്ള മന്ത്രിമാർ സിവിൽ സർവൻസുമായിട്ടുള്ള ബന്ധങ്ങളിൽ, ഭരണത്തിൽ അവർക്ക് നല്ലൊരു സിനർജി ഉണ്ടാക്കാൻ കഴിയും. നേരെ മറിച്ച് അത്രത്തോളം കഴിവില്ലാത്ത മന്ത്രിമാരാണ് ഭരണത്തിലുണ്ടെങ്കിൽ IASകാർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ നടത്തിക്കാൻ കഴിയും. അതെ, അത് വെറുതെ പറയില്ല. കാരണം IASകാരെന്ന് പറഞ്ഞാൽ പെർമനൻ്റ് എക്സിക്യൂട്ടീവാണ്. ഏത് ഭരണം വന്നാലും അവരവിടെ ഉണ്ടാവും. ഇവർ 5 വർഷം കഴിയുമ്പോൾ മാറുന്നുള്ള ചിന്താണ്. അപ്പോൾ ഞങ്ങൾ എത്ര ഭരണം കണ്ടിരിക്കുന്നു എന്നുള്ള നിലയിൽ ബ്യൂറോക്രസിക്കകത്ത്, പ്രത്യേകിച്ച് ഫയൽ മൂവ്മെൻറ്റ്, അതിനകത്ത് എഴുതുന്ന നോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യം, ഭരണപരമായ കാര്യങ്ങൾക്ക് പരിശീലനം ലഭിക്കാത്ത മന്ത്രിമാർ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സിവിൽ സർവൻസ് IASകാർ പറയുന്ന കാര്യങ്ങൾ പലതും കേൾക്കേണ്ടി വരും. തിരിച്ച് അങ്ങോട്ടുമായിരിക്കാം. അങ്ങനെ ഒരു പരസ്പര രീതിയിൽ വരും. പക്ഷേ എന്തായാലും പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ലാക്സിറ്റി, ഒരു കുറവ് ഇവിടെ ഉണ്ടായി 2016-21 ഭരണത്തെ അപേക്ഷിച്ച് ഇത്തവണ എന്ന് പറയാം. ഇപ്പോൾ ഈ ഡോക്ടർ B. അശോകും അതുപോലെ തന്നെ ബിജു പ്രഭാകറും ഒക്കെ തന്നെ പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതാണ്. കാരണം ഈ സർക്കാരിൻ്റെ പണം എന്ന് പറയുന്നത്, ഖജനാവിലെ പണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരുടെ പണമാണ്. അത് ഇത്ര നിരുത്തരവാദപരമായി വിനിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വിശ്വാസം നഷ്ടപ്പെടുക ഉറപ്പുള്ള കാര്യമല്ല. ഈ വിശ്വാസം തിരിച്ചു പിടിക്കുകയും വലിയ പ്രശ്നമായിരിക്കും ഇനി LDFന് എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഓക്കെ, ഒരു 5 വർഷം കഴിയുമ്പോൾ ആൾക്കാർ മറന്നു പോകുമോ, അതോ വീണ്ടും ആൾക്കാർ അത് മനസ്സിൽ വെച്ചിരിക്കുമോ? ഇല്ല, സാധാരണഗതിയിൽ പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട്. അപ്പോൾ അതുകൊണ്ട് 5 വർഷം കഴിയുമ്പോൾ ഈ കണക്കുകളൊക്കെ മാറും. ഈ രാഷ്ട്രീയത്തിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് വരുമ്പോൾ നിലവിലുള്ള ഡെവലപ്മെൻറ്റ്സ് മനുഷ്യൻ്റെ ഓർമ്മയുടെ നമ്മുടെ കൊഗ്നിറ്റീവ് മാപ്പിൽ നിന്ന് ഡിക്ലൈൻ ചെയ്ത് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ഇതൊക്കെ ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗമായ അക്കാഡമിക് വാല്യൂവേ കാണത്തുള്ളൂ. പൊളിറ്റിക്കൽ വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും
ഇപ്പോൾ സിവിൽ സർവൻസിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും സമീപകാലത്തുണ്ടായ പൊട്ടിത്തെറിയും അതേപോലെ ബിജു പ്രഭാകരൻ്റെ ആത്മകഥയും ഒക്കെ കാണിക്കുന്നത് ഭരണത്തിനകത്ത് ഒരുപാട് പ്രശ്നം തന്നെ ഉണ്ട്. നാം നമ്മെ തന്നെ കൊള്ളയടിക്കുമ്പോൾ എന്നൊരു സിവിൽ സർവൻറ്റ് റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം റിലീസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം വിഷമം ഉണ്ടാക്കിയിരിക്കണം. അതൊക്കെ പരോക്ഷമായിട്ടെങ്കിലും പറയുന്നുണ്ടാകും, പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അതൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊള്ളേണ്ടടുത്ത് എത്തുന്ന രീതിയിൽ തന്നെയാണ് പറയുക. അപ്പോൾ അഴിമതി അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇത് രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സിവിൽ സർവൻസ് അത് ക്ലറിക്കൽ ലെവലിൽ തൊട്ട് സെക്രട്ടറി ലെവൽ വരെ ആണെങ്കിലും അവർക്ക് പാലിക്കേണ്ട ചില അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിനകത്ത് നിന്ന് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഫയൽ മൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്രീഫിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നോട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ IAS അത് എഴുതുന്നതിന് ഒരു തടസ്സവുമില്ല. ഇന്ന വകുപ്പ് കാരണം ഇന്ന നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് എഴുതാൻ ഒരു വിഷമവും ഇല്ല. പക്ഷേ മന്ത്രിയുടെ മുഖത്ത് നോക്കി അത്രയും പറയുമ്പോഴും അദ്ദേഹത്തിനുണ്ടാകുന്ന വിഷമം ഇല്ലെങ്കിൽ അത് ഒഫൻസ്, അതിനാണല്ലോ ഫയൽ കിടക്കുന്നത്. എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഇലക്ട്രോണിക് ആണെങ്കിലും അതല്ല പഴയ ഫയൽ സിസ്റ്റം ആണെങ്കിലും എഴുതാമല്ലോ. അങ്ങനെ എഴുതുന്നത് നന്ന്. പറയാൻ കഴിയുമെങ്കിൽ പറയണം. മിനിസ്റ്റർ എന്തായാലും ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് പവർഫുൾ, പെർമനൻ്റ് എക്സിക്യൂട്ടീവ് പവർഫുൾ അല്ല. പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എടുക്കുന്ന നയപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു ഏജൻസി മാത്രമാണ്. നടപ്പിലാക്കുക. അപ്പോൾ ആ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടി അവർക്കുള്ളൂ. പോളിസി ഉണ്ടാക്കാൻ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പോളിസി കൊണ്ടുവരേണ്ടതെല്ലാം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്. അതിനാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതിനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള ഗവേഷണ വിഭാഗമൊക്കെ ചെയ്യേണ്ടത്. ഇതൊന്നും നടക്കാതെ ഇതെല്ലാം ബ്യൂറോക്രാറ്റ്സിനടുത്ത് പറയുന്നതുകൊണ്ടാണ് അവർ കൊണ്ടുവരുന്ന രീതിയിലുള്ള നയങ്ങൾ വരുന്നത്. അപ്പോൾ അതാണ് നേരത്തെ പക്വതയില്ലാത്ത മന്ത്രിമാരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതെ. അപ്പോൾ ഇതിപ്പോൾ ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിന് നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് കൊണ്ടുവരുന്ന നയങ്ങളിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഫയലിൽ എഴുതി വിടാം. തീർച്ചയായിട്ടും. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ശ്രീ N. പ്രശാന്ത് IAS സംസാരിച്ചപ്പോൾ ആ ഫയലിൽ സ്വന്തം അഭിപ്രായം എഴുതിയത് കൊണ്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് പുറത്തേക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നു, അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തുന്നു. ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു വിഷയം. അതെ. അപ്പോൾ ഈ സിവിൽ സർവൻസിന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ മാത്രമേ ഒരു അസോസിയേഷൻ ഉള്ളൂ എന്നുള്ളത്. ആ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഡോക്ടർ അശോക്. അതെ. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു സംഘടന ഇല്ല എന്ന് പറയും. പക്ഷേ മുമ്പ് കേരളത്തിൽ അസോസിയേഷൻ ഇല്ലെങ്കിലും ഇവർ കൂടാറുണ്ടായിരുന്നു. അതെനിക്കറിയാം. ഇവർ കൂടാറുണ്ട്. ഇവർക്ക് ക്ലബ്ബും മീറ്റിങ്സ്, അപ്പോൾ അവിടെ വെച്ച് പല കാര്യങ്ങളുമൊക്കെ പറയും. ഇതിനകത്ത് ഈ കരിയറിസം രണ്ട് കൂട്ടർക്കും പ്രധാനമാണ്. രണ്ട് കൂട്ടർക്കും കരിയറിസം പ്രധാനമാണ്. പക്ഷേ കരിയറിസത്തിൽ സിവിൽ സർവൻസിനുള്ള കരിയർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ IAS നോക്കുന്നത് ഏറ്റവും നല്ല പവർഫുള്ളായിട്ടുള്ള പൊസിഷനിലിരിക്കുക, ഏറ്റവും ഡിമാൻഡുള്ള പൊസിഷനിലിരിക്കുക. അപ്പോൾ പവറിനുള്ള ക്രൈസ് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, ഇവർക്കുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർ മറുവശത്ത് നോക്കുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് തടയിടുന്ന ഒരാളെ ഏറ്റവും മോശപ്പെട്ട പൊസിഷനിൽ കൊണ്ട് നിർത്തും, അങ്ങനെയുള്ള പോസ്റ്റുകളിൽ കൊണ്ട് നിർത്തും. പിന്നെ സൈനിക് വെൽഫെയർ ബോർഡ്, അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതൊരു IAS കൊടുക്കേണ്ട പോസ്റ്റ് പോലും അല്ല, നോൺ IAS കൊടുക്കാവുന്ന പോസ്റ്റാണ്. ഇപ്പോൾ പ്ലം പോസ്റ്റുകളിൽ പ്രത്യേകിച്ച് കരിയറിൽ നല്ല ഡിമാൻഡ് വരുന്ന സൊസൈറ്റിയിൽ റെസ്പെക്റ്റ് കിട്ടുന്ന പോസ്റ്റുകളിലേക്ക് ഈ സിവിൽ സർവൻസിനിടയിൽ തന്നെ ഒരു മത്സരമുണ്ട്. അത് ഇല്ല എന്നവർ പറയുമെങ്കിൽ അവരുടെ തന്നെ മത്സരമുണ്ട്. പിന്നെ ഇതിനകത്ത് സീനിയോറിറ്റിയുടെ ബേസിലുള്ള ഒരു ഡിസിഷനും എടുക്കണം. അപ്പോൾ ഇതിനകത്തൊക്കെ രാഷ്ട്രീയം കടന്നു വരുന്നുള്ളതും വസ്തുതയാണ്. അല്ല സാർ, സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ റിട്ടയർ ചെയ്തതിന് ശേഷവും ഉദ്യോഗസ്ഥരെ ചില പോസ്റ്റുകളിലൊക്കെ തന്നെ വിനിയോഗിക്കുന്നു. ഓക്കെ, എക്സ്പേർട്സിൻ്റെ സർവീസ് നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ എന്താണ് അക്കാര്യത്തിൽ അങ്ങയുടെ പൊതുവിലുള്ള അഭിപ്രായം? കാരണം ഈ യുവ IAS ഓഫീസേഴ്സ് എല്ലാം അവിടെ നിൽക്കുകയാണ്. അവരെ നമ്മൾ അവിശ്വസിക്കുന്നത് കൊണ്ടാണോ മുതിർന്നവർക്ക് അവസരം കിട്ടുന്നത്? അല്ല, തീർച്ചയായിട്ടും അവർ IAS അവിശ്വസിക്കുന്നതുകൊണ്ടല്ല. റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് പവർഫുള്ളായിട്ടുള്ള പോസ്റ്റുകൾ കൊടുക്കുന്നത് അപകടമാണ്. അതാണ് ഇവിടെ നമ്മൾ കണ്ട ഈ സംഘടനത്തിൻ്റെ ഒരു പശ്ചാത്തലം. നമ്മൾ ഈ ചർച്ചയിൽ നിന്നും 2-3 ദിവസമായിട്ട് ടെലിവിഷനിൽ നിന്ന് ഉള്ള ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പോസ്റ്റുകൾ സിവിൽ സർവൻസ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും കൊടുക്കുന്നു. വാസ്തവത്തിൽ അവർക്ക് അവരുടെ സർവീസ് എക്സ്പെർട്ടൈസും വേറെ പല രീതിയിൽ ഇവർക്ക് എടുക്കാം, അഡ്വൈസറായിട്ട് കൊണ്ടുവരാം. അതെ. അതിന് പകരം ഇംപ്ലിമെൻറ്റേഷൻ റോളിൽ കൊണ്ടുവരുമ്പോൾ
വാസ്തവത്തിൽ അവരെ തന്നെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ പവറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കരിയറിൽ പെർമനൻ്റായിട്ട് ഇരിക്കുന്നവർ ഇതിനെതിരെ മത്സരിക്കും, അതിനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ബി അശോക് തന്നെ ചില കേസുകൾ നടത്തി കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേഡർ പോസ്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ആ കേഡർ പോസ്റ്റുകൾ IAS ഉള്ളത് ഇന്ന ഓർഡർ പ്രകാരം ശരിയാണ് എന്ന് കോടതിയും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നത് അവിടെ നമ്മുടെ ഒരു പാർട്ടിക്കാരനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അത് സിവിൽ സർവൻസിനിടയിൽ തീർച്ചയായിട്ടും ഒരു ഡിമോറലൈസേഷൻ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സിവിൽ സർവൻസിൻ്റെ അകത്ത് തന്നെ ചില ആൾക്കാർ കരിയർ ബാലൻസ് ചെയ്ത് പിണക്കാതെ പോകുന്നൊരു നിലപാടുണ്ട്. മറ്റു ചിലരാകട്ടെ അവർ ഫൈറ്റേഴ്സാണ്. അവർ ഫൈറ്റേഴ്സ് ആകുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അവരെ പെട്ടെന്ന് നോട്ടപ്പുള്ളിയാകും, അവരെ ഏറ്റവും മോശപ്പെട്ട പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരും, പിന്നെ പണിഷ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകും. അപ്പോൾ ആ നിലയ്ക്ക് സിവിൽ സർവൻസും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും തമ്മിലുള്ള സംഘടനകൾ വരുന്നത് സത്യമാണ്. അത് ഒരു ഡെമോക്രസിയിൽ, വാസ്തവത്തിൽ ഒരു മെച്യൂർ ഡെമോക്രസിയിൽ അങ്ങനെയല്ല വരേണ്ടത്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യത്തൊക്കെ, ഇപ്പോൾ ബ്രിട്ടനിൽ നമ്മുടെ ജനാധിപത്യത്തിന് വലിയപാട് സംഭാവന ചെയ്ത രാജ്യമാണ്. അപ്പോൾ പഴയ കാലത്ത് BBC-ക്ക് ഒരു സീരിയൽ തന്നെ ഉണ്ടായിരുന്നു. യെസ് മിനിസ്റ്റർ എന്നായിരുന്നു ആ സീരിയലിൻ്റെ ആദ്യകാലങ്ങളിൽ. പിന്നീട് യെസ് പ്രൈം മിനിസ്റ്റർ എന്നായി. അതെന്താ പറയുന്നത് എന്താ പറയുക, സെക്രട്ടറിയും മിനിസ്റ്ററും കൂടെയുള്ള ഇൻ്ററാക്ഷനാണ് അതിൻ്റെ കഥാബന്ധു. അപ്പോൾ അതിനകത്ത് ചർച്ചയിൽ വരുന്നത് വെച്ചാൽ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്. പക്ഷേ അവിടെ രണ്ടുപേരും ബൗദ്ധികമായി ശക്തിയുള്ളവരാണ്. അപ്പോൾ ചില സമയത്ത് മന്ത്രിയെ ഔട്ട്ഫിറ്റ് ചെയ്യും സിവിൽ സർവൻറ്റ്, ചില സമയങ്ങളിൽ സിവിൽ സർവൻറ്റിനെ ഔട്ട്ഫിറ്റ് ചെയ്യും മന്ത്രി. ഇവിടെ അങ്ങനെ ഒരു ബാലൻസ് ഇല്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ മന്ത്രി പറയുന്നതിനോടൊപ്പം കേട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളൊക്കെ ഒപ്പിച്ചെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക. ഇതിൽ ഏത് സ്ഥലത്താണ് ഇത് എത്തുന്നത്? വാസ്തവത്തിൽ ന്യൂട്രാലിറ്റിയാണ് ഗവൺമെൻറ് സർവൻസിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർ ന്യൂട്രലായിരിക്കണം. ആ ന്യൂട്രൽ ആരുടെടുത്താണ് അവരെ കമ്മിറ്റ്മെൻറ്റ്? കോൺസ്റ്റിറ്റ്യൂഷനോടാണ് കമ്മിറ്റ്മെൻറ്റ്. അപ്പം നിങ്ങളുടെ റൂൾസ് എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും മുകളിൽ, അതിന് മുമ്പുള്ള റൂൾസ് എന്തൊക്കെയാണ്, അത് നന്നായിട്ട് പഠിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് ഓറലായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് എഴുതി കൊടുക്കുക, നോട്ടായിട്ട് കൊടുക്കുക. ഒരുപക്ഷെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോഴും മന്ത്രി ഒഫൻഡ് ചെയ്യാത്ത രീതിയിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇത് എഗ്രി ചെയ്യാൻ വിഷമമാണ് മിനിസ്റ്റർ എന്ന് പറയുക. അത് അങ്ങനെ വരുമ്പോൾ മന്ത്രിയുടെ മുമ്പിൽ നോട്ടുപുള്ളിയാവും. പിന്നെ അതോടെ കണക്ഷൻസ് എല്ലാം തെറ്റും. ചില IAS മറുവശത്ത് വളരെയധികം വാത്സല്യമുള്ളവരാകും. ഞാൻ ആലോചിക്കുന്നത് പഴയ കാലത്ത് 70കളിലും 80കളിലും ഒക്കെ IAS തന്നെ ഈ LDF അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എപ്പോഴൊക്കെ അധികാരത്തിൽ വരുമോ അന്ന് പല സിവിൽ സർവൻസും ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ച് ഡൽഹിക്ക് പോകും. തിരിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ അവർ തിരിച്ചു വരും. ഞാൻ ഓർക്കുന്നവരൊക്കെ അങ്ങനെ ഒരുപാട് കാലം. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പോക്ക് കാണുന്നില്ല. പക്ഷേ അതിന് പകരം ഇത്തരം സംഘർഷങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഐഡിയോളജിക്കലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സിവിൽ സർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് പാർട്ടി വന്നാലും ഭരിക്കാൻ സേവിക്കാൻ നിൽക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇന്ന പാർട്ടിയുടെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് ഗവൺമെൻറ് വന്നാലും സെർവ് ചെയ്യാൻ തയ്യാറാകണം. പക്ഷേ അതിനകത്ത് ഇംപ്രോപ്പറൈറ്റി ഉള്ള കാര്യങ്ങളാണ് മിനിസ്റ്റർ പറയുന്നതെങ്കിൽ അതിനെ തീർച്ചയായിട്ടും പൊളൈറ്റായിട്ട് അത് റെഫ്യൂസ് ചെയ്യാനും അത് നോട്ടിൽ എഴുതാനും ഉള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞ് മിനിസ്റ്റർ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസ്ക് ആർക്കാണ്? മിനിസ്റ്റർക്കാണ്. അതല്ലേ ചെയ്യേണ്ടത്. പക്ഷേ തീർച്ചയായും ഞാൻ ഇതോടൊപ്പം പറയാം, സിവിൽ സർവൻസ് പുറത്തു വന്ന് മാധ്യമങ്ങളിൽ ഗവൺമെൻറ് വിരുദ്ധ കാര്യങ്ങൾ പറയുന്നതോ എഴുതുന്നതോ നിയമപരമായി ശരിയല്ല. ഒരു അക്കാഡമിഷനെ പോലെയല്ല. അക്കാഡമിഷനാണെങ്കിൽ പോലും ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ ഞാൻ അക്കാഡമിക്കായിരുന്ന സമയത്ത് തന്നെ ഞാൻ ഗവൺമെൻറ്റുകളെ വിമർശിക്കാറുണ്ട്, ലേഖനങ്ങൾ എഴുതാറുണ്ട്, പുസ്തകങ്ങൾ എഴുതാറുണ്ട്. പക്ഷേ അതെനിക്ക് അക്കാഡമിഷൻ എന്നുള്ളതിൽ എനിക്ക് പറയേണ്ടി വരുന്നതാണ്. അത് നോളജ് എക്സ്പാൻഷനാണ്. ക്ലാസ് മുറികളിൽ നിന്നും ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും. ഞാനൊരു ടിപ്പിക്കൽ ബ്യൂറോക്രാറ്റ് അല്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വൈസ് ചാൻസലറായിരുന്നപ്പോൾ എനിക്ക് ആ ബ്യൂറോക്രാറ്റിക് പൊസിഷൻ വന്നതുകൊണ്ട് അവിടെ എനിക്ക് അതുപോലെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അധികാരമില്ല. ഈ ഡിഫറൻസ് ഞാൻ അക്കാഡമിഷനിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ അക്കാഡമിഷൻ്റെ ഫ്രീഡം സിവിൽ സർവൻറ്റിന് ഇല്ല. വേറൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്, അതിൽ അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമല്ലോ. ഈ ചില വിദഗ്ധന്മാരായ ഉദ്യോഗസ്ഥരുണ്ട്, ലൂപ്പ് ഹോൾസ് കണ്ടെത്തി സർക്കാരിനെ അല്ലെങ്കിൽ അവരുടെ മുകളിലിരിക്കുന്ന പൊളിറ്റീഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ളവർ. ഏതെങ്കിലും തരത്തിലുള്ള വളഞ്ഞ വഴിയിലൂടെ പോവുകയാണെങ്കിലും, അതായത് ഏതെങ്കിലും ക്രമക്കേട് കാണിച്ചാൽ ആ ക്രമക്കേടിനെ
ഒരു കാരണവശാലും എക്സ്പോസ് ചെയ്യാത്ത വിധത്തിലുള്ള ഫയൽ തയ്യാറാക്കുവാൻ വിദഗ്ധരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ സർക്കാരിനെ താങ്ങി നിർത്താൻ സഹായിക്കുന്ന വിധത്തിലുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ വളരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യും ചില പൊളിറ്റീഷ്യൻസ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയായിരിക്കുമോ? ശരിയായിരിക്കും. കാരണം ഈ ഭരണത്തിൻ്റെ നൂലാമാലകൾ മന്ത്രിമാരെക്കാൾ ഇക്കാര്യത്തിൽ അറിയുന്നത് പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ ഇന്നത് ചെയ്യാൻ പറ്റും എന്നുള്ള വഴി കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് അവർക്ക് ഗുണങ്ങൾ കിട്ടിയെന്നുള്ള വസ്തുതയായിരിക്കാം. ഞാനിത് പറഞ്ഞപ്പോൾ ആലോചിക്കുന്നത്, പഴയ കാലത്ത് ഒരു ആദർശ പുരുഷനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ച സെക്രട്ടറിമാരിൽ ഒരു സെക്രട്ടറി ഒരിക്കൽ പറഞ്ഞൊരു കഥയുണ്ട്. കാരണം ചില സമയത്ത് ആ ഗവൺമെൻറ്റിനും ഇംപ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാരണങ്ങളുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്കാണെങ്കിൽ മനസാക്ഷി കുത്ത് വളരെയധികമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സെക്രട്ടറി വിളിച്ച് പറയുമ്പോൾ സെക്രട്ടറി പറഞ്ഞു, അത് CM പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വെളിയിലിത് വരും, അത് തീർച്ചയാണ്. അത് വരും, അത് കോൺട്രവേഴ്സിയൊക്കെ ആവും. അന്ന് ടെലിവിഷനൊന്നുമില്ല, കോൺട്രവേഴ്സിയൊക്കെ ആവും. പക്ഷേ അതൊന്നും സാരമില്ല സാർ, നമുക്കിത് നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് സെക്രട്ടറി തന്നെ ഫയലെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ CMൻ്റെ മുറി വിട്ട് പോകുന്നതിന് ഉറപ്പാണ്, മുറിയുടെ വാതിൽ പുറത്ത് പോകുന്നതിന് മുമ്പ് സെക്രട്ടറി എന്നുള്ള വിളി തിരിച്ചു വരും. കാരണം അദ്ദേഹത്തിന് ആ CMന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, കോൺട്രവേഴ്സി ഉണ്ടാകുമെന്നുള്ളത് അതവിടെ തീരും. പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയല്ല. ഇതിൽ റിസ്ക് എടുക്കാൻ തയ്യാറായി ഇങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ നടപ്പിലാക്കാമെന്ന് ചിന്തിക്കുന്ന മന്ത്രിമാരാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു ചോദ്യം കൂടി, അതായത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ BJPയുടെ സ്ഥാനം എന്തായിരിക്കും? അവരുടെ വളർച്ചയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? അവരുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, BJPക്ക് തിരഞ്ഞെടുപ്പ് ഒരു പക്ഷേ വഴിത്തിരിവായിരിക്കും. ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ വെല്ലുവിളിയായിരിക്കും മുന്നോട്ട് പോകാൻ. മറിച്ച് അനുകൂലമായൊരു സാഹചര്യം, പഞ്ചായത്തിനേക്കാൾ നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവന്ന ലോക്സഭയുടെ പോളിങ്ങിന് അടുത്തുള്ള ഒരു വോട്ടിംഗ് ശതമാനവും ഒരു 3 തൊട്ട് 5 സീറ്റ് അവർ നേടുകയാണെങ്കിൽ BJPയുടെ മൊറയിൽ അപ്ബീറ്റാണ്, BJPയുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പോൾ 3 തൊട്ട് 5 സീറ്റാണ് പരമാവധി BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും ഒക്കെ അത് പറഞ്ഞ കാര്യമാണ്. ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. ഇന്നലെ പറഞ്ഞ മൈ ആക്സിസ് ഇന്ത്യ പറയുന്ന 11 സീറ്റുകളൊന്നും BJPക്ക് കിട്ടുമെന്ന് പറയുന്നില്ല. അതേസമയം BJP ഒരു 15-ൽ മുകളിൽ 20-നടുത്തുള്ള സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും. അത് വലിയ നേട്ടം. ഈ ഇലക്ഷനിലെ പ്രത്യേകത എന്താണ്? UDF 3ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങളുണ്ടാകും, UDF 2ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങളുണ്ടാകും, UDF 1ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങളുണ്ടാകും. ഇത് തന്നെ LDF 1ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങളുണ്ട്, 2ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങളുണ്ട്, 3ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങൾ. ഇത് തന്നെ BJP 3ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങളുണ്ട്, 2ാം സ്ഥാനത്ത് പോകുന്ന മണ്ഡലങ്ങളുണ്ട്, 1ാം സ്ഥാനത്ത് മണ്ഡലം. അപ്പോൾ ചുരുക്കത്തിൽ തികഞ്ഞ മൾട്ടി പാർട്ടി ഇലക്ഷനാണ്, ട്രൈപോളർ കണ്ടസ്റ്റാണ്. ട്രൈപോളർ കണ്ടസ്റ്റ് സ്ട്രോങ് ആവുകയുള്ളൂ, വളരെ സ്ട്രോങ് ആവുകയുള്ളൂ. അത് പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരമ്പരാഗത മുന്നണി പുറകോട്ട് പോകണം. BJP ആഗ്രഹിച്ചത് കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു. അത് കേരളത്തിൽ അതൊരു നോൺ സ്റ്റാർട്ടറാണ്. കേരളത്തിലെ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും UDFനെയും നിഷ്പ്രഭമാക്കാൻ എളുപ്പമല്ല. നാഷണൽ ലെവലിൽ തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് മൈൻഡ് ആൾക്കാർ BJPയിലേക്ക് വരും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, വരാനുള്ളതൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ ശക്തമായ ഏതാണ്ട് 50% ന്യൂനപക്ഷ ഏകോപനമുള്ളൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് മുക്ത് ഭാരത് ഒരു നോൺ സ്റ്റാർട്ടറാണ്. ഇത് BJP എന്ന് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറുവശത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരെ വോട്ട് ബേസ് നിൽക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുമാണ്, ഒരു വലിയ പകുതി വരെ. അത് കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് വളരെ കുറച്ച് മൈക്രോസ്കോപ്പിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടുള്ളൂ. അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബേസ് അവർ ഷെയർ ചെയ്യുന്നത് ലെഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് മുക്ത് ഭാരതിനേക്കാൾ ലെഫ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും, ലെഫ്റ്റിനെ റൈവൽ ചെയ്യുന്നതായിരിക്കും, ചലഞ്ച് ചെയ്യുന്നതായിരിക്കും BJPക്ക് കേരളത്തിൽ വളരാൻ സാധ്യത കൂടുതലുള്ളത്. അതിനുള്ള ട്രെൻഡ് കാലക്രമേണ തലമുറ മാറ്റത്തിൽ കൂടി വന്നിട്ടുണ്ട്. 2% നിന്ന് 20% വരെ BJP എത്തി. ഈ തെരഞ്ഞെടുപ്പിൽ 18 കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു നേട്ടമാണ്. 18% ഓഫ് വോട്ട്സ് ആൻഡ് 5 സീറ്റ്സ്. അതല്ല 3 സീറ്റ്സേ കിട്ടുന്നുള്ളൂ, 17 ആണെങ്കിലും കുഴപ്പമില്ല. എനിത്തിങ് ബിയോണ്ട് 16% അപ്പുറം കിട്ടിയില്ലെങ്കിൽ BJPയുടെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്യൂച്ചർ വെല്ലുവിളിയാണ്. അസംബ്ലിയിൽ സ്ഥാനം കിട്ടുന്നത് വലിയ നേട്ടമാണ്. കാരണം 2016 O രാജഗോപാൽ ജയിച്ച ഒരു എക്സെപ്ഷൻ ഒഴികെ BJPക്ക് ഇതൊരു അക്കൗണ്ട് തുറക്കാൻ പറ്റിയിട്ടില്ല.
പഴയ കാലത്ത് KG മാരാർ അദ്ദേഹം 800 ചില്ലുവാനും വോട്ടിന് മഞ്ചേശ്വരത്ത് തോറ്റിട്ടുണ്ട്. സുരേന്ദ്രൻ വീണ്ടും 86-88 വോട്ടിന് മഞ്ചേശ്വരത്ത് തോറ്റിട്ടുണ്ട്. അദ്ദേഹം തന്നെ വീണ്ടും 800 വോട്ടിന് മഞ്ചേശ്വരം തോറ്റിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാർലമെൻറ്റിൽ BJPക്ക് കഴിഞ്ഞാണ് തൃശ്ശൂരിൽ കിട്ടിയതുപോലെ ഒരു മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ള നിലയിൽ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 5 സീറ്റ് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടമായിരിക്കും. അത് BJPക്ക് മുന്നോട്ടുള്ള പാതയിൽ അത് കുറച്ചുകൂടി ഗുണം ചെയ്യും. പക്ഷേ ഇവിടെയും അവർ പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വരുന്നു, ന്യൂനപക്ഷ പ്രീണനം ഉണ്ടാകും, ആ നിലയ്ക്കുള്ള വിമർശനത്തിന് ഒരുപാട് മെറ്റീരിയൽ ഫ്യൂവൽ കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ BJPക്ക് അസംബ്ലിയിലും റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് ഫാക്ടർ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ട്രൈപോളർ ആകും കേരള പൊളിറ്റിക്സ്. തീർച്ചയായിട്ടും. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായ ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയായിരിക്കും. എന്തിലേക്ക്? ഒരു വലിയ ട്രൈപോളാർ കോൺടെസ്റ്റിൻ്റെ വേദിയായി കേരളത്തെ മാറ്റുന്നതിൽ. ഇപ്പോൾ 30 സീറ്റോ അല്ലെങ്കിൽ 35 സീറ്റോ ത്രികോണ മത്സരത്തിന് വേദിയായി എങ്കിൽ ഇനി അങ്ങോട്ട് അതിൻ്റെ ഇരട്ടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP നേടുന്ന സീറ്റും നിർണായകമായിരിക്കും. അവർ 3 മുതൽ 5 വരെ സീറ്റുകൾ ഈ തിരഞ്ഞെടുപ്പിൽ നേടുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് BJP കൂടുതൽ കരുത്താർജിക്കുന്നതിനാണ്. ഒപ്പം തന്നെ കേരളം കൂടുതൽ ട്രൈപോളാർ, അതായത് ത്രികോണ മത്സരത്തിൻ്റെ വേദിയായി മാറുന്നതിനും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 1. 2, ഇടതുപക്ഷം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അവരുടെ മൂല്യങ്ങൾ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പിൾസ് കൈവിടുന്ന നേതാക്കളെ ജനങ്ങൾ സംശയത്തോടെ കാണുകയാണ്. ആ നേതാക്കളെ സംശയത്തിൻ്റെ കൂടുതൽ വലിയ മുൾമുനയിലേക്ക് നിർത്തുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥർ ആരോപണം ഉന്നയിച്ചു വരികയും ചെയ്തിരിക്കുന്നു. തിരിച്ചു വരവ് വളരെ ബുദ്ധിമുട്ടേറിയതാണ്, പക്ഷേ അസാധ്യവും അല്ല. കാരണം കേരളത്തിൽ അവർക്ക് വേരോട്ടമുണ്ട് മണ്ണിൽ. 3, UDF ഇനി അങ്ങോട്ട് വളരെ കാൽക്കുലേറ്റഡായി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വലിയ താഴ്ചയിലേക്ക് വീഴും. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, അതായത് ഉദാഹരണത്തിന് ലീഗിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നേതൃത്വമാണ് UDFനുള്ളതെങ്കിൽ, പ്രത്യേകിച്ച് സർക്കാരിനുള്ളത് എങ്കിൽ, ഇനി അവർ വിജയിച്ച് വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് BJP വളർച്ചയ്ക്ക് അത് കൂടുതൽ വളം വയ്ക്കുന്ന ഒരു നടപടിയായിരിക്കും എന്നുള്ളതാണ്. കാരണം അവർ അർഹിക്കുന്നതിലും അധികം ഡിമാൻഡ് ചെയ്യുന്നു എന്ന ഒരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാവുകയും ആ തോന്നൽ വളരുകയും ചെയ്യും എന്ന് ചുരുക്കം. എന്തായാലും ഇനി അങ്ങോട്ട് കേരള രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്ന്. ഇനി അങ്ങോട്ടുള്ള 5 വർഷവും രാഷ്ട്രീയ ഉത്സവമായിരിക്കും കേരളത്തിൽ. സംഭവങ്ങൾക്കും വിവാദങ്ങൾക്കും യാതൊരു കുറവും ഉണ്ടാവില്ല. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.